ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും സുഖം തന്നെ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ ബ്രൈഡൽ ബൊക്കെ എന്ന് പറയുന്ന ഒരു ചെടിയെ പറ്റിയാണ്. അത് നടുന്നതും അത് എങ്ങനെയൊക്കെ നട്ടു കഴിഞ്ഞാലാണ് എപ്പോഴും പൂക്കൾ ഉണ്ടാവുന്നതെന്നും എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നതെന്നും ഒക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തൂവെള്ള കളറിലുള്ള പൂക്കൾ ഇങ്ങനെ ഒരു കൊലയായിട്ട് ഇങ്ങനെ പിടിക്കും. അതിന് നല്ല മണവുമാണ്. അപ്പോൾ ഈ തൂവെള്ള കളറിലുള്ള പൂക്കൾ ഇങ്ങനെ കൊലയായിട്ട് പിടിക്കുന്നത് കൊണ്ടാവാം ഇതിന് ബ്രൈഡൽ ബൊക്കറ്റ് എന്നുള്ള പേര് കിട്ടിയത്. അപ്പോൾ ഈ ചെടി വലിയ പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ്. അപ്പോൾ ഇത് തൈകൾ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കൊമ്പ് മുറിച്ച് വെച്ചിട്ട് നട്ടിട്ടാണ് തൈകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് വേണ്ട പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മളൊരു ചട്ടി എടുക്കുക എന്നുണ്ടെങ്കിൽ ഒരുവിധം വലിപ്പമുള്ള ചട്ടി തന്നെ വേണം. അതല്ല തറയിലാണ് നടുന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്. തറയിൽ നടുക എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല വലിയ വലിപ്പത്തിൽ വലിയ വള്ളികളായിട്ട് പടർന്നു പോയിട്ട് നമുക്ക് റൂഫിലേക്കോ അല്ലെങ്കിൽ ചുവരിലേക്കോ ഒക്കെ കയറ്റി പടർത്തി വിടാൻ പറ്റും. അപ്പോൾ ചുവരൊക്കെ നിറഞ്ഞ് പൂക്കളും ഇലയായിട്ട് നിൽക്കും. നല്ല പച്ച കളർ ഇലയും നല്ല വെള്ള കളർ പൂക്കളുമായിട്ട് നിൽക്കും. ഞാനിപ്പോൾ ഇത് പോട്ടിനകത്ത് നടന്നേ കാണിക്കുന്നത്. അപ്പോൾ ഒരു തരക്കേടില്ലാത്ത വലിയൊരു പോട്ട് തന്നെ എടുക്കണം. കാരണം വലിയ ചെടിയാവുന്നതാണ് ഇത്. വള്ളിയായിട്ട് പടർന്നു പോകുന്ന ചെടിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യമേ ഞാൻ കുറച്ച് കരിയില ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പോട്ടി മിക്സ് ഇട്ട് കൊടുത്തു. പോട്ടി മിക്സ് ഞാൻ എപ്പോഴും ചെയ്യുന്ന കണക്ക് തന്നെ നല്ല നിർവാർച്ചയുള്ള പോട്ടി മിക്സ് തന്നെയാണ്. എന്ന് വെച്ചാൽ ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, മേൽമണ്ണ്, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത പോട്ടി മിക്സ് അത് ചട്ടിയിൽ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്ന സ്ഥലത്ത് ആയാലും അല്ലെങ്കിൽ തണുപ്പ് കൂടിയ സ്ഥലത്തായാലും ഒക്കെ ഈ ചെടി ജീവിച്ചു പോകും. കാരണം ഇതിന് രണ്ടിനും ചൂടായാലും തണുപ്പായാലും അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ ചെടിക്കുണ്ട്. അങ്ങനെ ചീഞ്ഞു പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഉണങ്ങി പോവുകയോ ഒന്നും ചെയ്യത്തില്ല. പ്രകാശം നല്ല കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഈ ചെടി വെക്കണം. പിന്നെ ഇതിനെ ബാധിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ വെള്ളീച്ച എന്നൊക്കെ പറയൂലേ, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഇതിനെ ബാധിക്കും. അത് ഈ എന്ന് പറയുന്ന ഈ വെളിച്ചക്കുറവുള്ളിടത്തും ഒക്കെ വെച്ച് കഴിഞ്ഞാലാണ് അത് കൂടുതൽ ബാധിക്കുന്നത്. പിന്നെ നനയ്ക്കലെന്ന് പറഞ്ഞാൽ ദിവസവും നമ്മൾ നനച്ചു കൊടുക്കണം. നനച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് ആ മണ്ണൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വിട്ടു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നന്നായിട്ട് നനച്ചു കൊടുക്കണം. അത് എപ്പോഴും വേണ്ട, വല്ലപ്പോഴും ഒക്കെ അങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് ചെടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൂണിങ് ആണ്. ഈ ചെടികൾ നന്നായിട്ട് പൂവിടാൻ വേണ്ടിയിട്ട് പ്രൂണിങ് നല്ലതാണ്. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഷേപ്പിനനുസരിച്ച്, നമുക്ക് ആവശ്യത്തിനുള്ള ഷേപ്പിനനുസരിച്ച് അതിനെ പ്രൂൺ ചെയ്ത് നിർത്താവുന്നതാണ്. അപ്പോൾ ചെടിക്ക് നല്ല ഭംഗിയായിട്ട് നിർത്താൻ പറ്റും ചെടിയെ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വലിയൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതിയിൽ നമ്മുടെ ഭൂമി തന്നെ തേനീച്ചകൾക്ക് വലിയൊരു സ്ഥാനം. അപ്പം തേനീച്ചകളായാലും ശലഭങ്ങളായാലും ആകർഷിക്കാൻ കഴിവുള്ള ഒരു ചെടിയാണ് ഈ ബ്രൈഡൽ ബൊക്കറ്റ്. അപ്പോൾ അത് കാരണം ആ ചെടി പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും അത് മഴ സമയത്തായാലും വേനൽ സമയത്തായാലും പൂക്കളുണ്ടാവും. അപ്പോഴൊക്കെ നമുക്ക് തേനീച്ചകൾ വന്ന് അതിൻ്റെ തേന് കുടിച്ചിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അത് നല്ല ഉപകാരമുള്ളൊരു ചെടിയാണ്. പിന്നെ നമ്മുടെ പൂന്തോട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ആകർഷണമുള്ളൊരു ചെടിയാണ് ഈ ബ്രൈഡൽ ബൊക്കറ്റ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പൂക്കൾ ഭയങ്കര മണമുള്ള നല്ല മണം എന്ന് വെച്ചാൽ നമ്മളെ നമുക്ക് മന്ദത ഉണ്ടാക്കുന്ന മണമൊന്നുമല്ല, നല്ല മണമുള്ള ഒരു ചെടി പൂക്കളെ ഈ ചെടിക്കകത്ത് ഉണ്ടാവുന്നത്. അതും നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ്. ഇപ്പോൾ ഇത് നട്ട് ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് മുളപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, അതിനകത്ത് മുളപ്പുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇത്. അപ്പോൾ പെട്ടെന്ന് വളർച്ച ഉണ്ടാവുന്ന ഒരു ചെടിയാണ്.
ഇനി ഇത് വെയിലത്ത് നന്നായിട്ട് വെച്ച് കൊടുത്ത് വളം നമ്മൾ പിന്നെ ഇപ്പം ഞാൻ ഇതിനകത്ത് കമ്പോസ്റ്റൊക്കെ ഇട്ടേക്കുന്നുണ്ട്. ഇപ്പം ആവശ്യമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് വളം ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നന്നായിട്ട് പൂക്കളും ഉണ്ടാവും, നല്ല തഴപ്പോടുകൂടി ചെടിയും വളരും. വളങ്ങളായിട്ട് കമ്പോസ്റ്റ് ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ജൈവ സ്ലറികൾ ഇട്ട് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ രാസവളമായിട്ട് 19 ഒക്കെ ലൈനിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ വെച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ, നന്നായിട്ട് വളർന്നു വരും. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ ഒരു 4 ദിവസവും കൂടെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണേ. അപ്പോൾ ഈ ചെടിയുടെ വള്ളികൾ ഇത്രയും വലുപ്പത്തിൽ പടർന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിന് നമ്മളൊരു ഊന്ന് വെച്ച് കൊടുക്കണം. ഒരു കൊമ്പ്, എന്തെങ്കിലും ഒരു കമ്പ്, വടി എന്തെങ്കിലും ഊന്നി കൊടുക്കണം. ഊന്നി കൊടുത്തു കഴിഞ്ഞിട്ട് അതിനെ കെട്ടി വെക്കണം. കാരണം ഇത് തന്നെ പടർന്ന് കയറി പോവില്ല. അങ്ങനെ നമ്മൾ കെട്ടി കൊടുത്തെങ്കിലേ വളർന്ന് കയറുള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കമ്പ് എടുത്തിട്ട് നല്ലൊരു കമ്പ് തന്നെ വേണം, നല്ല ബലമുള്ളൊരു കമ്പ് തന്നെ വേണം. അല്ലെങ്കിൽ ഈ PVCയുടെ പൈപ്പോ ഒക്കെ ആണെങ്കിലും നല്ലതാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് എടുക്കുന്നത് നല്ല കാപ്പിയുടെ നല്ല ഒരു വടിയാണേ. അപ്പോൾ അത് അങ്ങനെ ദ്രവിച്ചൊന്നും പോവില്ല, കുറേ നാൾ നിൽക്കുകയും ചെയ്യും. കുറേ നാൾ ഈട് നിൽക്കുന്ന വടി തന്നെ കുത്തി വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ദ്രവിച്ചു പോയിട്ട് ചെടിയെല്ലാം കൂടെ വന്ന് മറിഞ്ഞു വീണു പോവും. അപ്പോൾ ഇത് ഇനിയിപ്പോൾ കുറേ നാളത്തേക്ക് ഈ ചട്ടിയിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല. കാരണം പോട്ടി മിക്സ് നല്ല പോട്ടി മിക്സാണ്. അത് കഴിഞ്ഞിട്ട് നല്ല പൊടി പോലെയുള്ള പോട്ടി മിക്സ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ വളമിട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. മണ്ണ് കട്ടിയൊന്നും ആയി പോകത്തില്ല. അപ്പം വേരൊക്കെ നന്നായിട്ട് ഓടിക്കോളും. എന്തായാലും ഒരു 2 വർഷത്തേക്ക് ഇനി നമ്മൾ ഇത് മാറ്റേണ്ട ആവശ്യം വരത്തില്ല. ഇപ്പം ഞാൻ ഒരു ഒയർ എടുത്തിട്ടാണ് ഈ വടിയും വള്ളിയും കൂടെ ഒരുമിച്ച് കിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കയറ് വെച്ച് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വള്ളി പെട്ടെന്ന് അമർന്നു പോയിട്ടൊക്കെ ഒടിഞ്ഞു പോകും. കാരണം നേർത്ത വള്ളിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഉണ്ടാവാതിരിക്കാൻ പിന്നെ ഒയർ എടുത്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.